ഗോപി പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതൊന്നും ഉദ്യോഗം രാജിവെക്കാനുള്ള ന്യായീകരണങ്ങളായി എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഉദ്യോഗം കിട്ടിയത്. അത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സാറിനെ വന്ന് കണ്ട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സാറിനെ തടയരുത്. ശരി, തടയുന്നില്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് നേടാൻ പോകുന്നു എന്നാണ് വിചാരം? സ്വന്തം ജ്യേഷ്ഠനെ അറസ്റ്റ് ചെയ്യാനുള്ള ചുമതലയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ സാർ. രക്ഷപ്പെട്ടിട്ട്? അതേക്കുറിച്ച് ആലോചിച്ചില്ല. ആലോചിക്കണം. പറയൂ, ഉദ്യോഗം രാജിവെച്ചിട്ട് ഗോപി എന്ത് ചെയ്യാൻ പോകുന്നു? അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ കൊള്ളസംഘത്തിൽ ചേരാൻ പരിപാടിയുണ്ടോ? ഇല്ല. പിന്നെ ആത്മഹത്യ ചെയ്യുമോ? ഇല്ല. അതുമില്ല. പിന്നെ എന്താണ് ലക്ഷ്യമെന്ന് പറയൂ. ചേട്ടനെ തിരുത്തിയെടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് സാർ. അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു മാർഗം പറഞ്ഞു തരൂ സാർ. ആ ലക്ഷ്യമുള്ള ആളാണോ ഈ വിഡ്ഢിത്തത്തിന് ഒരുങ്ങുന്നത്? നിന്റെ ചേട്ടൻ കുറ്റവാളിയാണ്. എങ്ങനെ പോയാലും നിയമം അവനെ കസ്റ്റഡിയിലെടുക്കും. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയും കൊടുക്കും. അതിന് ഗോപി ഉദ്യോഗം രാജിവെച്ച് പോയത് കൊണ്ട് മാറ്റമൊന്നും സംഭവിക്കില്ല. ഗോപി പോയാൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ഒരാൾ ആ ചുമതല നിർവഹിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? സംശയമുണ്ടെങ്കിൽ പറയൂ. ഇല്ല, സംശയമില്ല. ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാതെ ഗോപിയുടെ ചേട്ടന് സ്വൈരമായി നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ശരിയല്ലേ? അതെ. അതുകൊണ്ട് ആവുന്നത്ര വേഗത്തിൽ ചേട്ടന്റെ കസ്റ്റഡിയിലെടുത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്ത് പുറത്തു കൊണ്ടുവരിക. ചേട്ടനോട് സ്നേഹമുള്ള ഒരു അനുജന്റെ ഏറ്റവും വലിയ ബാധ്യത അതാണ്. എവിടെ നിന്നോ വരുന്ന ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അകപ്പെടുന്നതാണോ അതോ സ്നേഹമുള്ള ഒരു അനുജന്റെ കയ്യിൽ ചേട്ടൻ അകപ്പെടുന്നതാണോ നല്ലത്? എന്നോട് ക്ഷമിക്കൂ സാർ. ഞാൻ ഉദ്യോഗം രാജിവെക്കുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. എന്റെ ചേട്ടനെ ഞാൻ തന്നെ തിരുത്തിക്കൊണ്ടുവരും. എന്റെ എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഗോപിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. നമ്മുടെ ഗോപി വരുന്നുണ്ട്. ഗോപിയോ? ഇങ്ങോട്ടോ? അതെ, ഇൻസ്പെക്ടർ വേഷത്തിൽ വരുന്നുണ്ട്. ഈ മലയുടെ അടിവാരത്തിലേക്ക് കടന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് എന്റെ അനുജനെ കാണും. അവൻ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. വരൂ സീതേ. രാമു, നീ അവനെ കാണരുത്. അവനിപ്പോ നിന്റെ അനിയൻ മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നമ്മുടെ ശത്രുവാണ്. ശത്രു? എന്റെ അനുജൻ നമ്മുടെ ശത്രു? ഭ്രാന്ത് പറയാൻ. അവനിവിടെ വന്ന് അന്വേഷിച്ചപ്പോ സത്യമൊക്കെ അറിഞ്ഞു കാണും. അങ്ങനെ നമ്മളെല്ലാം കുട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോകാൻ വന്നതായിരിക്കും. രാജശേഖരൻ മുതലാളിയും കുട്ടരെയും അവൻ അറസ്റ്റ് ചെയ്യും, ശിക്ഷിക്കും, ജയിലിലാക്കും. നോക്കിക്കോ. വരൂ സീതേ. രാമു, അങ്ങോട്ട് പോകരുത്, അപകടമാണ്. നിനക്ക് ഭ്രാന്താണ്. എന്റെ അനുജൻ എനിക്കറിയാം. അതോ ഗോപി! ചേട്ടാ,
എന്റെ ചേട്ടനാണോ ഇത്? എന്ത് വേഷമാണ് ചേട്ടാ ഇത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാമെങ്കിൽ. ഏതായാലും എന്റെയും അച്ഛന്റെയും ആഗ്രഹം പോലെ തന്നെ നടന്നു. നീ ഒരു വലിയ ഉദ്യോഗസ്ഥനായി. ഈ വേഷത്തിൽ പെട്ടെന്ന് ചേട്ടന്റെ മുമ്പിൽ വന്നു നിന്ന് ചേട്ടൻ അത്ഭുതപ്പെടുത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയടാ. ഈ കാട്ടിൽ ഞങ്ങൾ കുറെ പേരുണ്ട്. ഞങ്ങളെ കാട് കയറ്റിയ മുതലാളിമാർ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഉടനെ ജയിലിലാക്കണം. എന്താ പറ്റില്ലേ? അതിന് ഇതല്ല നടപടി ചേട്ടാ. പരാതിക്കാർ കേസ് കൊടുക്കണം, തെളിവും രേഖയും ഹാജരാക്കി വാദിച്ച് കേസ് ജയിക്കണം. അങ്ങനെ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് നടക്കൂ. നല്ല കഥ. പണക്കാർക്കെതിരെ തെളിവും രേഖയും ഹാജരാക്കി വാദിച്ച് ജയിക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കുമോടാ ഇനി? അവരെല്ലാം പണമിട്ട് മൂടിക്കളയില്ലേ? ഇപ്പൊ നീ വിചാരിച്ച വല്ല മാർഗവുമുണ്ടോ? എനിക്കതറിഞ്ഞാൽ മതി. എനിക്ക് ഈ നിലയിൽ അവരൊന്നും ചെയ്യാൻ സാധ്യമല്ല ചേട്ടാ. എന്ത്? നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഈ കാട്ടിൽ തന്നെ അല്ലേ? അല്ല, ചേട്ടനും കൂട്ടുകാരും പോലീസിന് കീഴടങ്ങണം. ഗോപി, എങ്ങനെ 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 ഞാൻ പോലീസിന് കീഴടങ്ങണം? കൊള്ളാം. ഇതിനാണോ നീ കുപ്പായമിട്ട് ഇത്ര വേഗം എന്നെ കാണാൻ ഓടി വന്നത്? എന്റെ അനുജൻ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടയ്ക്കണം അല്ലേ? ചേട്ടാ, നന്നായിട്ടുണ്ട് അനിയ, നന്നായിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി. ചേട്ടാ, നിങ്ങൾ നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ ദയാപൂർവം കോടതി നിങ്ങൾ വിട്ടയക്കും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ദയവാനടാ എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇത് തന്നെ പോരെ? ഇതൊക്കെയാണ് ചേട്ടനെ രക്ഷപ്പെടുത്താനുള്ള നിയമപരമായ മാർഗമെന്ന് പറയുകയായിരുന്നു. ശരി, നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങാം. അതിന് എന്റെ അനുജന് വല്ല സമ്മാനവും കൂടി കിട്ടുന്നെങ്കിൽ അതുകൂടി ആയിക്കോട്ടെ. എന്താ? അയ്യോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വേണ്ട, ഇനി നിങ്ങൾ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാൻ നിവൃത്തിയില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം. ആദ്യം നാട്ടിൽ ചെന്ന് നടന്നതൊക്കെ അനിയൻ അന്വേഷിച്ചിട്ട് വാ, എന്നിട്ട് ആലോചിക്കാൻ ചേട്ടനെ കൊണ്ടുപോകുന്ന കാര്യം. നീ ഒരു കഴുത. ഇതെല്ലാം ഇവൻ അന്വേഷിച്ചറിഞ്ഞിട്ട് എന്ത് വേണം? ഈ നാട്ടിൽ കോടതിയുണ്ട്, വാദപ്രതിവാദമുണ്ട്. നമുക്കിത് വല്ലതും അറിയാമോ? അത് നിയമം പഠിക്കണമടി, നിയമം. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിയമപ്രകാരമുള്ള ശിക്ഷ കഴിഞ്ഞാൽ മാത്രമേ ചേട്ടന് നാട്ടിൽ വന്ന് കഴിയാൻ സാധിക്കൂ. അതിനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ കൂട്ടുകാരോടുകൂടി പറയും ഉടനെ കീഴടങ്ങാൻ. വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നാട് വേണ്ട. ഈ അവസരത്തിൽ രാമേട്ടൻ എന്നെ പിരിഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാമേട്ടൻ എന്നോടൊന്നിച്ച് വേണം. അതെന്റെ ആവശ്യമല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആവശ്യമാണ്. അയ്യോ, അക്കാര്യം ഞാൻ ഓർത്തില്ല സീതേ. അപ്പോഴേ നിയമക്കാരാ, പിൻവലിച്ചിരിക്കുന്നു. തൽക്കാലം കീഴടങ്ങുന്നില്ല. കീഴടങ്ങാനും ജയിലിൽ പോകാനും എനിക്ക് സൗകര്യമില്ല. വരൂ സീതേ. ചേട്ടാ, പോരുത്. ചേട്ടൻ രക്ഷപ്പെടാനാവില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നെ വന്നത് ഞാനാണെങ്കിൽ പോവുകയും ചെയ്യും. ചേട്ടൻ, ഞാനാണ് പറയുന്നത് പോരുന്ന്. പോടാ അവിടെ നിന്ന്, പോയി നിന്റെ ജോലി നോക്കും. ചേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇൻസ്പെക്ടർ സാർ, വന്ന വഴി അറിയാമല്ലോ. ജീവൻ വേണമെങ്കിൽ അതുപോലെ അങ്ങ് തിരിച്ചു പോകണ്ട നല്ലത്. ആലോചിക്കണ്ട, തൽക്കാലം പോകുന്നതാ നല്ലത്. എന്റെ അനുജൻ വിഷമിക്കണ്ട. നിനക്ക് ഉദ്യോഗം കിട്ടിയല്ലോ. ഇനി എനിക്കൊരു വാക്കുകൂടി പാലിക്കാനുണ്ട്. നിനക്കും സിന്ധുവിനും തന്ന വാക്ക്, നിങ്ങളുടെ കല്യാണം. അത് ഉടനെ നടത്തിയേക്കാം. അതുകൂടി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇപ്പൊ പോ.